ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിലയൻസും സൗദി അരാംകോയും തമ്മിലുള്ള ഡീലിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റും അത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടായ ഇമ്പാക്റ്റിനെ കുറിച്ചുമാണ് പരിശോധിക്കുന്നത്. 9 നവംബർ 2020 ട്രേഡിംഗ് സെഷൻ നോക്കുകയാണെങ്കിൽ റിലയൻസിൽ അതിൻ്റെ ബൈയിങ് മൊമെൻറ്റം തിരിച്ചു വരുന്നു എന്നും നമ്മൾക്ക് മനസ്സിലാക്കാം. അതായത് ഒരു ഇടവേള കാലത്തേക്ക് റിലയൻസ് അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നു വന്ന ബൈയിങ് മൊമെൻറ്റം നിന്നിരുന്നു. അതായത് സ്റ്റോക്കിൻ്റെ പ്രൈസിൽ നല്ലൊരു കൺസോളിഡേഷനും അതിനുശേഷം ഒരു ഫോളും നമ്മൾക്ക് ലാസ്റ്റ് 2 വീക്സ് കാണാൻ സാധിച്ചു. അതിനുശേഷം ഇന്നത്തെ ട്രേഡിംഗ് സെഷൻ നോക്കുകയാണെങ്കിൽ റിലയൻസിൽ ഒരു ബൈയിങ് മൊമെൻറ്റം തിരികെ വന്നിരിക്കുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാകാം. നമ്മൾക്കറിയാം നിഫ്റ്റി 50യുടെ ഭാഗമായ റിലയൻസ് ഏകദേശം നിഫ്റ്റിയുടെ 16% വെയിറ്റേജ് ഉള്ള സ്റ്റോക്കാണ്. റിലയൻസിൽ നിഫ്റ്റിയിൽ എപ്പോഴും വലിയ ഹൈക്കുകൾ ഉണ്ടാകുമ്പോൾ അതിൽ റിലയൻസിൽ നല്ലൊരു കോൺട്രിബ്യൂഷൻ നൽകാറുമുണ്ട്. ഇന്നത്തെ ട്രേഡിംഗ് സെഷൻ നോക്കുകയാണെങ്കിലും റിലയൻസിൽ ഏകദേശം 1% ഹൈക്കാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത്. ഇനി റിലയൻസിൻ്റെ പാസ്റ്റ് പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിൽ കണ്ടിന്യൂസ് മൊമെൻറ്റമായിരുന്നു വന്നിരുന്നത്. അതായത് 2020 മാർച്ച് മാസം, അതായത് ലോക്ക്ഡൗൺ പീരീഡിൽ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഏകദേശം 800 രൂപ റേഞ്ചിൽ 1000-ന് താഴെ എത്തുകയും അതിനുശേഷം സ്റ്റോക്കിൽ നല്ലൊരു റാലിയാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത്. സ്റ്റോക്ക് 800-ൽ നിന്നും സ്റ്റോക്ക് അതിൻ്റെ ഓൾ ടൈം ഹൈ ആയ 2300 റീജിയൻ വരെ എത്തിയതിനു ശേഷമാണ് സ്റ്റോക്കിൽ ഒരു കൂൾ ഓഫ് സംഭവിച്ചത്. അതിനു മുമ്പേ തന്നെ സ്റ്റോക്കിൽ ഒരു കൺസോളിഡേഷൻ സംഭവിച്ചിരുന്നു. അതായത് ആഗസ്റ്റ് മാസത്തിൽ നമ്മൾ ചാർട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിൽ 2050 അല്ലെങ്കിൽ 2000-നും 2100-നും ഇടയിലുള്ള പ്രൈസിൽ ഒരു കൺസോളിഡേഷൻ സംഭവിച്ചിരുന്നു. അതിനുശേഷം വീണ്ടും സ്റ്റോക്കിൽ ഒരു മൊമെൻറ്റം ഉണ്ടായി. ശേഷം അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ 2020 സെപ്റ്റംബർ മാസം വരെ റിലയൻസ് ജിയോയിലുണ്ടായ വിവിധ തരം ഫോറിൻ ഇൻവെസ്റ്റുകൾ കാരണമാണ് സ്റ്റോക്കിൽ ഒരു മൊമെൻറ്റം ഉണ്ടായത്. അതിനുശേഷം സെപ്റ്റംബർ മാസത്തിന് ശേഷം സ്റ്റോക്കിൽ മൊമെൻറ്റം ഉണ്ടായത് റിലയൻസ് റീറ്റെയിലിൽ ഉണ്ടായ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതായത് KKR പോലുള്ള കമ്പനിയുടെ ഇൻവെസ്റ്റിംഗ് ഏജൻസികളുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് ശേഷം നമ്മൾക്ക് റിലയൻസിൽ ഒരു മൊമെൻറ്റം ഉണ്ടാവുകയും സ്റ്റോക്ക് അതിൻ്റെ ഓൾ ടൈം ഹൈ ആയ 2300 എന്ന റേഞ്ചിൽ എത്തുകയും ചെയ്തു. ശേഷം റിലയൻസിൽ ഒരു കൂൾ ഓഫ് നമ്മൾക്ക് കാണാൻ സാധിച്ചു. സ്റ്റോക്കിൻ്റെ പ്രൈസ് 1800 റീജിയൻ വരെ എത്തുകയും ചെയ്തു. അതായത് സ്റ്റോക്ക് അതിൻ്റെ 200 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് ലെവലിലെത്തി. 200 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് ലെവലിൽ നിന്നും സ്റ്റോക്കിൽ ഒരു മൊമെൻറ്റം അല്ലെങ്കിൽ ഒരു അപ് ട്രെൻഡാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുക. ഇന്നത്തെ ട്രേഡിംഗ് സെഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് അതിൻ്റെ 20 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിനെ ക്രോസ് ചെയ്തു കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിലയൻസിൻ്റെ നെക്സ്റ്റ് ടാർഗറ്റും അതുപോലെ തന്നെ റിലയൻസിൽ ഈ ഒരു മൊമെൻറ്റത്തിന് പിന്നിലുണ്ടായ റീസണിനെ കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ്. ഇനി നമ്മൾക്ക് എക്കണോമിക് ടൈംസിൻ്റെ റിപ്പോർട്ടിലേക്ക് കിടക്കാം. എക്കണോമിക് ടൈംസിൻ്റെ റിപ്പോർട്ട് പ്രകാരം 9 നവംബർ 2020 ട്രേഡിംഗ് സെഷനിൽ റിലയൻസിൻ്റെ സ്റ്റോക്ക് പ്രൈസിൽ ഉണ്ടായ 1% പ്രൈസ് വർധനയ്ക്കുള്ള കാരണം റിലയൻസും അതുപോലെ തന്നെ മറ്റൊരു കമ്പനിയായ സൗദി അരാംകോയും തമ്മിൽ റിലയൻസിൻ്റെ സ്റ്റേക്ക് വിൽക്കുന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ പുനരാരംഭിച്ചു എന്നുള്ളതാണ്. ഈ ന്യൂസ് വന്നതിന് ശേഷമാണ് റിലയൻസിൽ ഒരു ബൈയിങ് മൊമെൻറ്റം ഉണ്ടായത്. ഇനി ഈ ഡീലിനെ കുറിച്ച് നമ്മൾ ആൾറെഡി നമ്മളുടെ പല പ്രീവിയസ് വീഡിയോയിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ആ ഡീലിനെ കുറിച്ച് ഒരു പ്രാവശ്യവും കൂടി പറയാം. ഡീൽ ഇതാണ്. റിലയൻസ് അതിൻ്റെ O2C ബിസിനസ്, ഓയിൽ ടു കെമിക്കൽ സെക്ടർ ബിസിനസ്സിലെ 20% ഉള്ള സ്റ്റേക്കുകൾ $20 ബില്യൺ സൗദി അരാംകോ എന്ന കമ്പനിക്ക് വിൽക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ഈ ചർച്ചകൾ റിലയൻസിൻ്റെ 43rd AGMന് മുൻപേ നടന്നതായിരുന്നു. റിലയൻസിൻ്റെ 43rd AGMൽ മുകേഷ് അംബാനി ഇതിനെക്കുറിച്ച് പറഞ്ഞതുമാണ്. അന്ന് അദ്ദേഹം പറഞ്ഞത് ഇതേപോലുള്ള ചർച്ചകൾ, അതായത് റിലയൻസിൻ്റെയും സൗദി അരാംകോയുടെയും തമ്മിലുള്ള ഡീല് എത്താൻ വൈകും. അതിന് പിന്നിലെ റീസണായിട്ട് പറഞ്ഞത് ഓയിൽ മാർക്കറ്റിൽ ഉണ്ടായ ഡിസ്റപ്ഷൻസും അതുപോലെ തന്നെ COVID-19 പാൻഡമിക്കുമാണ്. അതിനുശേഷം അതായത് നമ്മൾക്ക് റിലയൻസിൻ്റെ 43rd AGMന് ശേഷം, അതായത് Q1 റിസൾട്ടിനോടനുബന്ധിച്ച് നടന്ന AGM ആയിരുന്നു. അതിനുശേഷമുള്ള 7-8 മാസങ്ങളിൽ ഈ ഡീലിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകളൊന്നും വന്നിരുന്നില്ല. ഈ ഇടയ്ക്ക് റിലയൻസിൽ പല വിധത്തിലുള്ള ഡീലുകൾ നടന്നു. നമ്മൾ കണ്ടതാണ്. റിലയൻസിൻ്റെ ജിയോയിൽ പല പ്ലാറ്റ്ഫോമിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നു. റിലയൻസിൻ്റെ റീറ്റെയിൽ സെക്ടറിലും പല പ്ലാറ്റ്ഫോമിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നു. സ്റ്റോക്കിൻ്റെ പ്രൈസിൽ നല്ലൊരു വർധനവുമുണ്ടായി.
ശേഷം ഇപ്പോഴാണ് റിലയൻസിൻ്റെയും അതുപോലെ തന്നെ സൗദി അരാംകോയും തമ്മിലുള്ള ഡീൽസിൻ്റെ ഫർദർ അപ്ഡേറ്റ്സ് വരുന്നത്. ഈ അപ്ഡേറ്റ്സ് പ്രകാരം റിലയൻസിൻ്റെയും സൗദി അരാംകോയുടെയും ഡീൽസ് ഏകദേശം 2021 കലണ്ടർ ഇയറിൽ ഫൈനലൈസ് ആകാനാണ് സാധ്യത കൂടുതൽ. ഇനി ഈ ഡീലിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഈ ഡീലിൽ റിലയൻസ് കമ്പനി പ്ലാൻ ചെയ്തിരിക്കുന്നത് ഏകദേശം $15 ബില്യൺ സ്റ്റേക്ക് സൗദി അരാംകോയ്ക്ക് വിൽക്കുന്നതിനെ കുറിച്ചാണ്. അതിലെ എമൗണ്ടിനെ കുറിച്ചും അതുപോലെ തന്നെ എത്ര ശതമാനത്തോളം സ്റ്റേക്കുകൾ വിൽക്കണം, എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നതിനെക്കുറിച്ചുള്ള നെഗോഷിയേഷൻസ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നെഗോഷിയേഷൻസ് COVID-19 സിറ്റുവേഷൻ മൂലം നടന്നിരുന്നില്ല. ഇപ്പോൾ അത് വീണ്ടും പുനരാരംഭിച്ചു. ഇത് സ്റ്റോക്കിൽ ഒരു മൊമെൻറ്റം ഉണ്ടായി. അതാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്കിൽ ഉണ്ടായ മൊമെൻറ്റത്തിന് പിന്നിലെ റീസൺ. ഇനി നമ്മൾക്ക് റിലയൻസിൻ്റെ ഈ ന്യൂസിൻ്റെ ഇമ്പാക്റ്റ് ഇന്നത്തെ മാർക്കറ്റിൽ എങ്ങനെ റിഫ്ലക്റ്റ് ആയി എന്ന് പരിശോധിക്കാം. അത് പരിശോധിക്കുന്നതിന് വേണ്ടി NSEയിൽ നമ്മൾ ഇന്ന് റിലയൻസിൻ്റെ ഡെലിവറി പെർസെൻറ്റേജ് ചെക്ക് ചെയ്യുകയാണ്. റിലയൻസിൻ്റെ ഇന്നത്തെ ട്രേഡിംഗ് സെഷൻ നോക്കുകയാണെങ്കിൽ റിലയൻസിൻ്റെ സ്റ്റോക്കിൽ ഏകദേശം 37% ഡെലിവറിയാണ് നടന്നിരുന്നത്. അതായത് വളരെ നല്ല ഒരു ഡെലിവറിയാണ് നടന്നത്. ഏകദേശം 1,65,00,000 ഷെയറുകൾ ഇന്ന് ട്രേഡായി. അതിൽ 62 ലക്ഷത്തോളമുള്ള ഷെയറുകളാണ് ഡെലിവറി ചെയ്തത്. അത് റിലയൻസിനെ സംബന്ധിച്ചിടത്തോളം ഹോൾഡിംഗ് ബേസിൽ അല്ലെങ്കിൽ ആളുകൾ ഇൻവെസ്റ്റിംഗ് ബേസിൽ സ്റ്റോക്കിൽ വീണ്ടും ബൈയിങ് ചെയ്തു തുടങ്ങി എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. റിലയൻസിൽ ആൾറെഡി ഹയർ വാല്യൂവിൽ അതായത് ഹയർ റേറ്റിൽ പൊസിഷൻ എടുത്തവർക്ക് ആശ്വാസമാകുന്ന ഒരു ന്യൂസാണ് നമ്മൾ കണ്ടത്. ഇനി റിലയൻസിൻ്റെ ഇപ്പോഴത്തെ ടെക്നിക്കൽ അനാലിസിസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് അതിൻ്റെ ബെസ്റ്റ് റേഞ്ച് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് റേഞ്ചായിട്ട് നമ്മൾക്ക് 2000 രൂപയുടെ സപ്പോർട്ടിനെ നമ്മൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. എന്നാൽ സ്റ്റോക്ക് അതിൻ്റെ 200 ഡേ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിൽ വന്ന് സപ്പോർട്ട് എടുത്തതിന് ശേഷം സ്റ്റോക്ക് അതിൻ്റെ 100 ഡേ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിനെ ക്രോസ് ചെയ്തു കഴിഞ്ഞു. അതായത് സ്റ്റോക്കിൽ നല്ലൊരു മൊമെൻറ്റം വരാൻ പോകുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. MACD നോക്കുകയാണെങ്കിലും MACDയിലും ഒരു നിയർ ടു ക്രോസ് ഓവർ പൊസിഷനിൽ എത്തിക്കഴിഞ്ഞു MACDയും. അതുപോലെ തന്നെ ഇന്നത്തെ ട്രേഡിംഗ് സെഷൻ നോക്കുകയാണെങ്കിൽ ഒരു ബിയറിഷ് ക്യാൻഡിൽ കൊണ്ടാണ് 20 ഡേ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിനെ ബ്രേക്ക് ചെയ്തതെങ്കിലും അത് ഒരു ഗുഡ് ഇൻഡിക്കേഷനായിട്ട് കണക്കാക്കാം. അതായത് വരുന്ന സെഷനുകളിൽ റിലയൻസ് ഇപ്പോൾ 2051 റേഞ്ചാണ്, ഏകദേശം 2080 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾക്ക് ആ ലെവലിൽ ബൈ ചെയ്ത് ഏകദേശം ഒരു 2200 അല്ലെങ്കിൽ 50 ഡേ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജായ 2157 രൂപ വരെ ടാർഗറ്റ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. അതുപോലെ തന്നെ ഹയർ വാല്യൂവിൽ പൊസിഷൻ എടുത്തവർക്ക് അവർക്ക് ലോസിൽ എക്സിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം റിലയൻസും സൗദി അരാംകോയും തമ്മിലുള്ള ഡീലിനെ കുറിച്ചുള്ള ഫർദർ അപ്ഡേറ്റ്സ് വരുന്നതോടുകൂടി ഈ സ്റ്റോക്കിൽ വീണ്ടും ഒരു ബൈയിങ് മൊമെൻറ്റം ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ ബൈയിങ് മൊമെൻറ്റം ഉണ്ടാവുകയാണെങ്കിൽ സ്റ്റോക്ക് ഏകദേശം 2200 രൂപ റേഞ്ച് വരെ എത്താനുള്ളൊരു പോസിബിലിറ്റി കാണുന്നുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.